എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ മിക്ക വീടുകളിലും ഏത്തപ്പഴം കറുത്തു കഴിഞ്ഞാൽ ആ ഒരു പഴം വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. ഇനിയിപ്പോൾ ആരും ഏത്തപ്പഴം ഒന്നും വലിച്ചെറിഞ്ഞ് കളയല്ലേ. ഇതുപോലുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ പലഹാരം തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആരും കൊതിച്ച് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒറ്റ തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, അത്രയ്ക്ക് നല്ല രുചിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. പഴം ചേർത്തിട്ടുള്ള പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ നല്ല കറുത്ത് തുടങ്ങിയിട്ടുള്ള പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള പഴമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇനി നമുക്ക് ഈ പഴത്തിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. കൂടെ തന്നെ 1/2 കപ്പ് നാളികേര കുത്തും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈന്തപ്പഴവും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പലഹാരം നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 കപ്പ് വറുത്തരിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഇനി പൊടി നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 300 ഗ്രാം ശർക്കര 3 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും 1 കപ്പ് ശർക്കര പാനി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊടി നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു വേണം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. 2 കപ്പ് ശർക്കര പാനി ഒഴിച്ചിട്ടും നമ്മുടെ പൊടി നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള 1 കപ്പ് ശർക്കര പാനിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ പൊടി നല്ല ലൂസായിട്ടാണ് വേണ്ടത്. വറുത്ത അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചരി അരച്ച് ചേർത്തും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. 3 കപ്പ് ശർക്കര പാനിയും നമുക്ക് പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്. കൂടുതൽ അളവിൽ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പലഹാരത്തിന് വളരെ മധുരം കൂടി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പൊടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതേ ഒരു അയവിനാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പൊടി നല്ല ലൂസായിട്ടാണ് ആവശ്യമുള്ളതും. പൊടിയൊക്കെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കണം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാളികേര കൊത്തൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. നാളികേര കൊത്തൊന്ന് കളർ മാറി തുടങ്ങിയാൽ പിന്നെ നമ്മളിത് നേരത്തെ കാണിച്ച 2 പഴവും കൂടി കട്ട് ചെയ്തത് കൂടി ചേർക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഴമൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പഴത്തിനൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴം നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൽ നിന്നും കുറച്ച് മാത്രം എടുത്തൊന്ന് മാറ്റാം. ബാക്കിയുള്ള പഴം പാനിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടതും. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മാവ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും മാവ് നല്ല കട്ടിയായിട്ട് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് അധികം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഇതിന്റെ മേലെയായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴവും നാളികേര കൊത്തും കൂടെ ചേർക്കാം. അതിനുശേഷം പാത്രം ഒന്ന് മൂടിയും കൂടെ കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം 20 മിനിറ്റ് നേരം ഇതുപോലെ അനക്കാതെ വെച്ച് കൊടുക്കാം. നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമ്മുടെ പലഹാരം നല്ലപോലെ വെന്ത് നല്ല വണ്ണം വീർത്തൊക്കെ നിൽക്കുന്ന ഒരു പരുവത്തിനാണ് ആയി വന്നിട്ടുള്ളത്. പലഹാരം നന്നായിട്ട് വേകാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ സൈഡ് ഭാഗത്ത് നിന്നും നല്ല പോലെ ആവി പുറത്തേക്ക് വരും. ആ ഒരു പാകമാകുമ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതുപോലെ ഒന്ന് കുത്തിയും കൂടെ നോക്കാം. എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അടുപ്പിൽ നിന്നും പാത്രം മാറ്റാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി
എടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഹെൽത്തി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ഒരുപാട് തന്നെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ പാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതുപോലെ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് അടർത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് തന്നെ പലഹാരം മറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ ഇതുപോലൊരു തനിനാടൻ പലഹാരം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കറുത്തു പോയിട്ടുള്ള ഏത്തപ്പഴം ആരും വെറുതെ കളയല്ലേ. ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് റാഗിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഇതിലേക്ക് തിളച്ച ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടായാൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെയും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.